Good afternoon. Good afternoon, ma'am. Good afternoon, all. Good afternoon. Good afternoon, ma'am. Prayer ആരാണെന്ന് ഞാനാണ് മിസ്. പറഞ്ഞോടെ prayer. Good afternoon. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടും വർണ്ണമേകിയും നാമം ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങൾ ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമൊഴുകണേ കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണ്ണങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രിമീട്ടി. Complete ആയോ മാളവിക? ഓക്കെ, നല്ല prayer ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു മിസ്. എന്റെ സ്കൂളിൽ സോങ് ആയിരുന്നു. ഞാനും ഇവിടെ നിന്ന് മൂളിക്കൊണ്ടിരിക്കുക, പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നന്നായിരുന്നു കേട്ടോ. സൈനിങ് ആരാണ്? ആൻഡ് തോട്ട് ഓഫ് ദ ഡേ പ്രിപ്പയർഡ് ആണോ? ഷിനിയാണോ? സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? നിങ്ങൾ പ്രിപ്പയർ ആരെന്ന് പറയണെന്ന് അറിയോ മറ്റാർക്കെങ്കിലും? ജിത എന്നാണ് മാം ഗ്രൂപ്പിൽ കണ്ടത്. ജിത. സൈൻ തോട്ട് ഓഫ് ദ ഡേയോ? ജിത ഇല്ല കേട്ടാടാ. ശ്രുതി എന്നാണ് കണ്ടത്. ശ്രുതി തോട്ട് ഓഫ് ദ ഡേ. ശ്രുതി ഇല്ല, കുഴപ്പമില്ല. ഞാൻ സൈൻ ചെയ്യുന്നത് ഇന്ന് ഞാനാണ്. ഒരു എന്താ പറയാ, ഞാൻ സൈൻ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും അല്ല എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. ഇന്ന് ഞാൻ സൈനിന്റെ ഭാഗമായിട്ട് ഞാനൊരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു കടങ്കഥയാണ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ആൻസർ പറയണം. ഒരു മരമുണ്ട്. ആ മരത്തിന് നിറച്ചും പൂവുണ്ട്. നിറച്ചും എന്തുണ്ട്? പൂവുണ്ട്. അപ്പൊ ഈ മരം കഴിഞ്ഞിട്ട് അടുത്ത് ഒരു കുളം, അത് കഴിഞ്ഞൊരു അമ്പലം. അങ്ങനെ 3 കുളവും 3 അമ്പലവും ഉണ്ട്. ഒരു കുളം, ഒരു അമ്പലം, പിന്നെ ഒരു കുളം, ഒരു അമ്പലം, പിന്നെ ഒരു കുളം, ഒരു അമ്പലം. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തിൽ നിന്ന് പൂക്കൾ പറിച്ച് ഈ എല്ലാ അമ്പലത്തിലും കൊണ്ടുവന്ന് വെക്കണം. നമുക്ക് ആകെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ അമ്പലത്തിലും വെക്കുന്ന പൂക്കളും ഒരേ നമ്പർ സെയിം ആയിരിക്കണം. എല്ലാ അമ്പലത്തിലും കൊടുക്കേണ്ട പൂക്കളുടെ നമ്പർ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൂ പറിച്ചു, മരത്തിൽ നിന്ന് പൂ പറിച്ചിട്ട് ഈ കുളത്തിൽ മുങ്ങിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട്. കുളത്തിൽ കൂടെ വേണം അമ്പലത്തിൽ പോകാൻ. അപ്പൊ കുളത്തിൽ നമ്മൾ പൂ പറിച്ച് കുളത്തിൽ ഒരു പ്രാവശ്യം മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൂക്കൾ എന്താവും? ഡബിൾ ആകും, ഇരട്ടിക്കും. അപ്പൊ ഞാനിപ്പോ ഒരു പൂവാണ് പറിക്കണമെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങി, അപ്പൊ 2 പൂവായി. സോ ഞാൻ ആദ്യത്തെ പൂവ് എവിടെ വെച്ചു? അമ്പലത്തിൽ വെച്ചു.
പിന്നെ അടുത്ത കുളത്തിൽ മുങ്ങി. അപ്പൊ വീണ്ടും പൂ എത്തിച്ചു. അപ്പൊ എന്റെ കയ്യിൽ എത്ര പോയി? 2 പൂ. ഒരു പൂ ആ അമ്പലത്തിൽ വെച്ചു. രണ്ടാമത് നമ്മൾ ആ കുളത്തിൽ മുങ്ങി. അപ്പോഴും പൂ എത്തിച്ചു, 2 പൂ വെച്ചു. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ എന്റെ കയ്യിൽ ബാക്കി ഒരു പൂവുണ്ട്. ബാക്കി പൂവൊന്നും ഉണ്ടാവാൻ പാടില്ല. അറ്റ് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ അവസാനം എന്തുണ്ടാവാൻ പാടില്ല? പൂവൊന്നും ഉണ്ടാവാൻ പാടില്ല. കുറച്ച് മനസ്സിലായോ? മനസ്സിലായോ? ഒരു വട്ടം കൂടി പറയോ? ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മളൊരു ഒരു മരത്തുമ്മ നിറച്ച് പൂവുണ്ട്. നമ്മുടെ ടാസ്ക് എന്താണ്? മരത്തിന് പൂ പറിക്കുക, അമ്പലത്തിൽ വെക്കുക. പക്ഷെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് എല്ലാ അമ്പലത്തിലും വെക്കുന്ന പൂക്കളുടെ എണ്ണം എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ലാസ്റ്റ് അമ്പലത്തിൽ പൂ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ബാക്കി പൂക്കളൊന്നും പാടില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്തു? മരത്തിൽ പൂ പറിച്ചു, കുളത്തിൽ മുങ്ങി. അപ്പൊ എന്റെ കയ്യിൽ നമ്മൾ പറിച്ച പൂവിനേക്കാളും ഇരട്ടിയായി, ഡബിളായി ആ പൂക്കള്. ഒരെണ്ണം പറിച്ചു കഴിഞ്ഞാൽ 2 എണ്ണാവും. സോ ഒരെണ്ണം അമ്പലത്തിൽ വെച്ചു. അപ്പൊ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഈക്വൽ ആയിട്ട് വേണം എല്ലാ അമ്പലത്തിലും പൂ വെക്കാനായിട്ട്. ഓരോ കുളത്തിലും മുങ്ങുമ്പോഴും നമ്മുടെ കയ്യിലെ പൂക്കൾ എന്താവും? ഇരട്ടിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതെങ്ങനെ സോൾവ് ചെയ്യും നമ്മള്? ഓക്കെ, ഇതാണ് ഇന്നത്തെ ടാസ്ക്. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളത് ക്ലാസ് കഴിയുമ്പോഴേക്കും അതൊന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയോ? 3 അമ്പലത്തിലല്ലേ പൂ വെച്ചത്? അതെ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞ മാത്സ് ആണ്. ജസ്റ്റ് അത്യാവശ്യം നല്ല പ്യൂർ മാത്സ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ആൻസർ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഇന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ആവുമ്പോഴേക്കും പറഞ്ഞു. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മള് ലാസ്റ്റ് എടുത്ത് കഴിഞ്ഞ ചാപ്റ്റർ ഏതാണ്? ലാസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. അത് കംപ്ലീറ്റ് ആയോ? കോളറ വരെ കഴിഞ്ഞു. കംപ്ലീറ്റ് ആയെന്നാണ് മാം പറഞ്ഞത്. ലാസ്റ്റ് പോർഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളറ വരെ ഉള്ളൂ. ലാസ്റ്റ് പറഞ്ഞത് എല്ലാ ടീച്ചേഴ്സും നമ്മളുടെ ഡ്യൂട്ടിയാണ് എന്ത്? ഈ അസുഖങ്ങളൊക്കെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ട കെയറും നമ്മൾ കൊടുക്കണം. ലാസ്റ്റ് അത്രേ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എന്നല്ലേ പറഞ്ഞത് നെക്സ്റ്റ് ക്ലാസ്സില്? അങ്ങനെയല്ലേ പറഞ്ഞേ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ആൻസർ മെസ്സേജ് ആയിട്ട് അയക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. Dash disease spread from one person to another through contact. Dash disease spread from one person to another through contact. കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്, പറയണോ? Contagious, infection, none of the above. Okay. Children? Okay, correct ആണ്. Okay. Next question. Children get various kinds of diseases due to dash. Children get various kinds of diseases due to dash. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് പല ടൈപ്പ് അസുഖങ്ങൾ വരുന്നത്? ഓപ്ഷൻസ് പറഞ്ഞാലേ പറയുള്ളൂ. lack of immunity, absence of immunity, immunity power low. ഓക്കെ, കറക്റ്റ് ആണ്. പക്ഷെ ഇതേ സെന്റൻസ് നമ്മളുടെ ടെസ്റ്റിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് ആൻസർ. നമുക്കറിയാം ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടാണ്. അത് ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് കൊടുക്കാം കേട്ടോ. ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ്, the medium of infection disease are dash. The medium of infection disease are dash. The medium of infection disease are dash.
Food, water, air. Okay. Correct. Typhoid, malaria, plague, cholera, French fever are spread through dash. Typhoid, malaria, plague, cholera, French fever are spread through dash. Water. Main നോക്ക് typhoid, malaria, plague, cholera, French fever are spread through dash. ഇതിൽ മിക്കതും വാട്ടർ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അനിമൽസ് ആരാ ചെയ്യുന്നത്? ഇൻസെക്ട്സോ? മൃദുല. അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ആണ് കേട്ടോ. ഓക്കെ. മാം അതില് ടൈഫോയിഡ് എങ്ങനെയാണ് അനിമൽസിൽ വരിക? ടൈഫോയിഡ് വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗമല്ലേ മാം? അപ്പൊ ടൈഫോയിഡ് എങ്ങനെയാണ് അതിൽ വന്നത്? ടൈഫോയിഡ് എന്ന് പറയുമ്പോ ടൈഫോയിഡ് വെള്ളത്തിൽ കൂടെയല്ലേ മാം പകരുന്നത്? മലിനജലത്തിൽ കൂടെ പകരുന്ന രോഗമല്ലേ? പക്ഷെ അത് സ്പ്രെഡ് ആവുന്നത് ചിലപ്പോ അനിമൽസ് വഴി സ്പ്രെഡ് ആവാട്ടോ. ഞാൻ നോക്കിട്ട് പറയാം കേട്ടോ. ഓക്കെ മാം, ഒന്ന് നോക്കിട്ട് ഞാൻ നോക്കിട്ട് പറയാവേ. എന്നങ്ങനെ വന്നു. Okay. Question. Next question. Dash are the disease spread through air. Which are the disease spread through air? Which are the disease spread through air? Which are disease spread through air? Sini mute yoda. Which are the disease spread through air? Tuberculosis, measles. Okay. TB, cough, cold, measles. Okay, correct it up. Okay. Next, dash are the major carriers of infection through food items. Dash are the major carriers of infection through food items. Dash are the major carriers of infection through food items. Fly. Okay, flies. Okay. Next, dash disease will affects the throat, windpipe, and trachea. Diphtheria. Okay. Next, the dash germs are enter the body through injuries and it affects on nervous system. Dash germs are enter the body through injuries and it affects on nervous system. Okay, that's correct. Cholera is caused by dash bacteria. Cholera is caused by dash bacteria. Cholera. Okay. Correct, Anna. Dash disease will bring the patient become very weak due to loss of water from the body. Dash disease will bring the patient become very weak due to loss of water from the body. Dysentery ഒക്കെയാണ് വേറൊരെണ്ണത്തിനെയും കൂടി സിംറ്റം ഉള്ളത്. ഡിസെൻട്രിയും വരാം, വേറൊരു അസുഖം കൂടി വരാം. ഡിഫ്തീരിയ അല്ല കേട്ടോ. ഡിസെൻട്രി ഒക്കെയാണ്
കോളറയുടെ സിംറ്റംസ് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, കോളറ കേട്ടോ. കോളറയ്ക്കും ഈ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ കോളറയും നോക്കുക, ഓപ്ഷനിൽ ഡിസെൻട്രിയും നോക്കുക. എന്തെങ്കിലും ഇപ്പൊ A and B എന്നാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ടിക്ക് ചെയ്യുക കേട്ടോ. മാം അപ്പൊ ഡയറിയ വരില്ലേ? ഡയറിയ നമ്മൾക്ക് പഠിക്കാനുള്ള അസുഖങ്ങൾ നോക്കിയാൽ മതിയുടെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോ. ഡയറിയയുടെ കാര്യം പറയാമെന്ന് വിചാരിച്ചാണ്. മാം ഡയറിയ എന്ന് പറഞ്ഞാൽ ഡിസെൻട്രിയുടെ ഒരു സിംറ്റം മാത്രമാണ് മാം. അത് കോളറയ്ക്കും അതെ, ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു സിംറ്റം ആണ് കോളറയ്ക്കും വരുന്നത്. ഓപ്ഷനിൽ നിങ്ങൾ നോക്കാം. എന്നിട്ട് കോളറ ഓപ്ഷനിൽ ഇപ്പൊ കോളറയും കിടക്കുന്നുണ്ട്, ഡിസെൻട്രിയും കിടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. A and B അങ്ങനെയാണെങ്കിൽ അപ്പൊ A and B കൊടുത്താൽ മതി. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. The bacteria that cause dash disease are grow in cow dung and horse dung. The bacteria that cause dash disease will grow in cow dung and horse dung. Tetanus. ഇനി എന്ത് ക്വസ്റ്റ്യൻ ഇപ്പൊ എത്രയായി? ആരെങ്കിലും എഴുതി എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കേട്ട് പോവാണോ? ഇല്ല മാം, എഴുതുന്നില്ല. മാഡം അതൊന്ന് സ്ക്രീനിൽ പ്രിന്റ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ എഴുതി എടുക്കാൻ കിട്ടുന്നില്ല. ഓക്കേടാ, നിങ്ങളൊന്ന് വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കിയിട്ട് ഒന്ന് എഴുതിയെടുക്കണോ കേട്ടോ. The malaria is caused by dash. The malaria is caused by dash. ചിലപ്പോ ഈഡിസ് ഉണ്ടാവും, ചിലപ്പോ പരിശോധന അനോഫിലസ്. ഓക്കെ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഒരു മിനിറ്റ്, ആരാണ് മ്യൂട്ട് ഓൺ ആക്കിയിരിക്കുന്നത്? ഭയങ്കര ഡിസ്റ്റർബൻസ് ആട്ടോ. ഒന്ന് മ്യൂട്ട് ഓഫ് ചെയ്യണേ. അനദർ നെയിം ഓഫ് വൂഫിംഗ് കഫ്. Another name of whooping cough. Another name of whooping cough. Pertussis. Okay. Next question. Dash disease will affect the activities of internal organs, especially the malfunctioning of liver. Dash disease will affect the activities of internal organs, especially the liver. Hepatitis, jaundice, same anta. Next. One minute. Polio is caused by dash. Virus, bacteria, parasite, none of the above. Which virus caused polio? Like full name of the which virus? Which virus ആണെന്നറിയോ? Polio virus നമ്മൾ പറയും full name. Polio myelitis. Okay, correct. നമ്മൾ ഇവിടെ പഠിക്കുന്നില്ലെങ്കിലും നമ്മൾ ഈ ടെസ്റ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളിപ്പോ എത്ര ക്വസ്റ്റ്യൻസ് നമ്പർ ഒന്നും അറിഞ്ഞുവിടാം അല്ലെ? ഏകദേശം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചാപ്റ്ററിന്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെ? ഓക്കെ. ഓക്കെ അല്ലേ? പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, ഇല്ല. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ആക്ടിവിറ്റി തരട്ടെ? സെമിനാർ തന്ന പോലെ. സെമിനാർ അല്ലടാ, ആക്ടിവിറ്റി എന്ന് വെച്ചാല് ഞാനൊരു അസുഖത്തെ കുറിച്ചാണ് പറയുന്നത്. ആ അസുഖത്തെ കുറിച്ചിട്ട്
നിങ്ങളോട് തന്നെ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറയും. അങ്ങനെയാ. ഓക്കെ മാം. ഓക്കെ മാം, റെഡി. ഓരോരുത്തർക്കും ഓരോ പോർഷൻ തന്നിട്ടാണോ? അല്ല, എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ളൊരു ഡിസീസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. നമ്മള് ഇപ്പൊ കൂടുതലായിട്ട് കേട്ട് വരുന്ന ഒരു അസുഖമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് മീനിങ് അറിയാൻ പറ്റും? അറിയോ? ഇപ്പൊ കുട്ടികളിൽ കോമൺ ആയിട്ട് കേട്ടു വരുന്ന ഒരു അസുഖമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ, തലച്ചോറിലെ മെനിഞ്ചസിന് ഉണ്ടാവുന്ന ബ്രെയിനെ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന ഒരു ലെയർ ആണ്. അതിന് വരുന്ന ആ ഒരു ഇൻഫെക്ഷനെയാണ്, ആ മെംബ്രെയിനിൽ നമ്മൾ വരുന്ന ഒരു വീക്കം അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് മലയാളത്തിൽ പറയുന്നത്? മസ്തിഷ്കജ്വരം. അതെ, മസ്തിഷ്കജ്വരം. അപ്പോ ഈ ഒരു അസുഖത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് പറയാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു 2 ആഴ്ച, ഒരു മാസം ആയിട്ടുണ്ടാവില്ല. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന, കളമശ്ശേരിയിലാണെന്ന് തോന്നുന്നു, പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആണ് അല്ലെ. അപ്പൊ കളമശ്ശേരി പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു അസുഖം വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, കളമശ്ശേരിയിലല്ലേ, അല്ലെങ്കിൽ ഈ ഒരു അസുഖം എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാം, സിംറ്റംസ് അറിയാം, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാം. നമ്മൾ വിചാരിച്ചു നിസ്സാരല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാർഡില് ഈ ഒരു അസുഖം ഒരു കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്തു. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തു. കുട്ടി എന്ന് പറയുമ്പോൾ 4 വയസ്സേ ഉള്ളൂ. അവൻ KG 4 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഡൗട്ടായി ഇതെങ്ങനെ വന്നേന്ന് അറിഞ്ഞൂടെ. കാരണം മിക്കവരും പറയാ കുളത്തിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് സ്പ്രെഡ് ആകും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോ ആ കുട്ടി എവിടെയും പോയിട്ടൊന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു അതങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഈ കുട്ടി വീട്ടില് നമ്മുടെ മെയിൻ പൈപ്പ് ഉണ്ടല്ലോ, ലൈൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാറുണ്ടെന്ന്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാറില്ല, പച്ചവെള്ളമാണ് കുടിക്കാറെന്ന്. അപ്പൊ ഡോക്ടർക്ക് സംശയമായി അതുകൊണ്ടായിരിക്കും എന്ന്. അപ്പോ ഡോക്ടർ എന്ത് ചെയ്തു, വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഈ അസുഖത്തിനും നമ്മള് പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ സെമിനാറിൽ കണ്ടക്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ടെസ്റ്റിലൂടെയാണ് ഈ ഒരു അസുഖം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പല രീതിയിലെ അസുഖങ്ങളുണ്ട്. ഇപ്പോ എന്താ പറയാ, മീസിൽസ്, മംസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് മെനിഞ്ചൈറ്റിസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഈ അസുഖത്തെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യണം. ബാക്ടീരിയൽ, വൈറൽ, അതേപോലെ ഫംഗൽ, 3 ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോ ഇത് ടെസ്റ്റ് ചെയ്തപ്പോ അത് ബാക്ടീരിയൽ ആണ് എന്ന് വെച്ചാൽ ആ വെള്ളത്തിലുണ്ട് ഈ പറഞ്ഞ അണുക്കൾ, അങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കുട്ടികൾക്കൊക്കെ, അപ്പൊ വെക്കേഷൻ ആണ്, അതേപോലെ തന്നെ എന്താണ്, കുട്ടികളെല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും, നല്ല വെയിലുമാണ് അല്ലെ. അപ്പൊ അവര് വെള്ളം എന്ത് ചെയ്യും, പച്ചവെള്ളം കിട്ടിയ വെള്ളമൊക്കെ കുടിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ വാൺ ചെയ്യാം അവരെല്ലാവരും, എന്താണ്, തിളപ്പിച്ചാറ്റത് വെള്ളമൊന്നും കുടിക്കരുത്, കാരണം പല അസുഖങ്ങൾ വരും. അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്യാം, നമ്മള് നല്ല രീതിയിൽ അവരെ വാൺ ചെയ്യാം. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇപ്പൊ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെള്ളം ബോയിൽ ചെയ്യാൻ തുടങ്ങിയത് തള വരുമ്പോ തന്നെ ഓഫ് ചെയ്യോ? ഇല്ലില്ല, 20 മിനിറ്റ് തിളപ്പിക്കും. കാരണം എന്താന്ന് വെച്ചാലേ, ഞങ്ങക്ക് മോനിപ്പോ 4.5 വയസ്സായി. അവനൊരു 2 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഇതുപോലെ വയറിളക്കം പിടിച്ചു. വയറിളക്കം പിടിച്ചെന്ന് വെച്ചാൽ കുറെ കഷ്ടപ്പെട്ടു. അവസാനം അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. എന്നിട്ട് ഡോക്ടർ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അന്ന് ഇവിടെ ആശാപ്രവർത്തകർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തള വന്നത് ഓഫ് ചെയ്ത് 20 മിനിറ്റ് അവിടെ തിളച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയെന്ന്. അതിന് ശേഷം ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ അന്ന് തൊട്ടിട്ട് ഏകദേശം ഇതുവരെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കേടാ, നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ച് ശേഷം അത് ചൂടാറിയതിനു ശേഷം 20 മിനിറ്റ് വരെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം എന്ത് ചെയ്യാൻ, വെട്ടി തിളയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഓഫ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോ കുട്ടികളെല്ലാവർക്കും നമ്മൾ വെള്ളം കൊടുക്കും. അതേപോലെ ഐസ് ഒക്കെ ഇപ്പോ നമ്മൾ സാധാരണ എന്താ പറയാ, പച്ചവെള്ളം വെച്ചിട്ടായിരിക്കും വെക്കാറ് ഫ്രിഡ്ജിലൊക്കെ. നമ്മൾ അങ്ങനെ വെക്കരുത്. മാക്സിമം എന്ത് ചെയ്യാം, ഐസ് ഒക്കെ വെക്കുമ്പോ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ അതിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, കുട്ടികളുടെ കാര്യമാണ്, നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്.
ഓക്കെ, ഇനി ഇതേപോലൊരു സിംറ്റംസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കോമൺ ചൈൽഡ് ഡിസീസിന്റെ സിംറ്റംസ് എങ്ങാനും നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് കാണുകയാണെങ്കിൽ അത് ഇന്ന അസുഖമായിരിക്കും എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ ഒരു കുട്ടി ഭയങ്കര ഇപ്പൊ ആ ഒരു കുട്ടിയുടെ ഭയങ്കര തൊണ്ടവേദന എന്ന് പറഞ്ഞു. സോ ആ കുട്ടി വായ ഓപ്പൺ ചെയ്തപ്പോ അവിടെ ഒരു വൈറ്റ് കളറുള്ള ഒരു പാട പോലെ എന്തോ കണ്ടു. അപ്പൊ എന്തൊരു അസുഖമാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? ഇപ്പൊ ഡിഫ്തീരിയ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേപോലെ മേത്ത് നിറച്ച് ചുമന്ന കുത്തുകള്, നല്ല പനിയുണ്ട്, മേത്ത് നിറച്ച് ചുമന്ന. ഓക്കെ, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. കാരണം നമ്മൾ ടീച്ചേഴ്സ് ആണ്, ഏതൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടത്താണ്. ചാപ്റ്ററിന്റെ പേര് ഫസ്റ്റ് എയ്ഡ്. സിമ്പിൾ ആയിട്ട് നമ്മൾ വിചാരിക്കും ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പോകുന്നത്. യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ്. നാച്ചുറലി ആണ് ഒരു സ്കൂളിൽ എപ്പോ വേണമെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം. കുട്ടികൾ തമ്മിൽ ചിലപ്പോ ചെറിയ എന്താ പറയാ തർക്കങ്ങളൊക്കെ വരുമ്പോ ഒരാൾക്ക് വീഴാ, അങ്ങനെ കാലൊക്കെ പൊട്ടാനും മുറിവുകൾ സംഭവിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ എവിടെയാണ്? നമ്മുടെ സ്കൂളിലാണ്. ആക്സിഡന്റ് നോർമലി ഒക്കെ. അപ്പോ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നല്ല, പക്ഷെ നമ്മൾ ആ ഒരു പേഷ്യന്റ് ഡോക്ടറെ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് കെയർ ആണ് എന്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ട്രീറ്റ്മെന്റ് അല്ല. ഫസ്റ്റ് എയ്ഡ് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. വെന്റിലേറ്റർ ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് പേഷ്യന്റ് വേണ്ടത്. സോ നമ്മൾ ആ ഫസ്റ്റ് കൊടുക്കുന്ന ആ ഫസ്റ്റ് ടൈമിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഫസ്റ്റ് അവേഴ്സിനെ പറയുന്ന ഒരു പേരാണ് ഗോൾഡൻ അവേഴ്സ്. ഗോൾഡൻ അവേഴ്സ് ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ പറയും കുറച്ചു നേരം മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് പേഷ്യന്റിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പറ്റാനേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. സോ ആ അവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ആ ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവൻ നിലനിർത്താനായിട്ട് പറ്റും. സോ ഈ ഒരു കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ്, ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇപ്പൊ ഒരാള് നെഞ്ചുവേദനയാന്ന് പറഞ്ഞു, പെട്ടെന്നാണ് ബോധക്ഷയം സംഭവിക്കുന്നത്. ബോധക്ഷയം സംഭവിച്ചു, നമ്മൾ നോക്കി പൾസ് നോക്കിയപ്പോ പൾസ് ഇല്ല, ബ്രീത്ത് ചെയ്യേണ്ട നോക്കി ബ്രീത്ത് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് കൈൻഡ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്? CPR ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതും അതെങ്ങനെ കൊടുക്കണം, ഏത് സിറ്റുവേഷനിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. വായിച്ചോടാം. Unit 5 First Aid. It is natural to have accidents in schools. It is required that before actual medical aid can be pursued, something has to be done to the injured. The kind of treatment is called first aid. First aid is not a proper treatment. It is relief given to the patient before proper treatment by a doctor is made available. First aid is defined as the treatment that is given on the spot before the actual medical aid is reached. ഓക്കെ, അപ്പോ നമ്മൾ നോർമലി ആക്സിഡൻസ് ഒക്കെ സ്കൂളിൽ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സണ് ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ്, ഡോക്ടറിന്റെയോ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റിനെയാണ് നോർമലി നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ശരിക്കും പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണോ? അല്ല അല്ല അല്ല, പ്രോപ്പർ അല്ല. ഒരു റിലീഫാണ് ആ പേഷ്യന്റ് ആ ഒരു ഇഞ്ചുറിയുടെ ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് എന്താണ് പറയാ, ഒരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് വെച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഇൻ സ്കൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിഡൻസ് എവിടെ സംഭവിക്കുന്നത്, സ്കൂളിൽ സംഭവിക്കുന്നത് നോർമൽ ആണ്.
അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കൂളിൽ ആഡ്വക്കേറ്റ് എന്ത് വേണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് അവൈലബിൾ ആയിരിക്കണം. അതേപോലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താ പറയുക നേഴ്സിംഗ് അസിസ്റ്റന്റും അവിടെ വേണം. ഇപ്പൊ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ള സ്കൂളിലാണെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് കമ്പൽസറി ആണെന്നൊക്കെ ഇപ്പൊ റൂളുകളുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ എല്ലാ സ്കൂളിലും മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ, നിത്യ വായിച്ച് റീഡ് ചെയ്തോടാ. നിത്യ റീഡ് ചെയ്തോട്ടോ. മാം കേക്കാവോ? കേൾക്കാടോ, വായിച്ച് ചെയ്തോട്ടോ. ഓക്കെ. First aid unit in the school. Schools are accepted to keep an adequate number of the first aid kits. The service of a nursing assistant should be made available. The following are essential to be included in the first aid kit: cotton wool, tape, brush, roller bandages, safety pin, triangular bandages, needles, scissors, olive oil, tweezers, boric lint, splinter, salt, carbolic acid, sodium bicarbonate, vinegar, spoon, tincture or iodine. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് സ്കൂളിൽ അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റ് വേണം. പിന്നെ താഴെ പറയുന്ന മെറ്റീരിയൽസ് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് എയ്ഡിൽ സ്പൂണ് അതുപോലെ ഒലീവ് ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്യും. ഞാൻ പറയാടാ, ഡിസ്കസ് ചെയ്ത് തരാട്ടാ. കോട്ടൺ വൂൾ അറിയാലോ എല്ലാവർക്കും, എന്താണ്? പഞ്ഞി. ഓക്കെ, ടേപ്പ് അറിയാലോ, നമ്മള് മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ടേപ്പ്, വൈറ്റ് കളറില്. പിന്നെ ബ്രഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ചെറിയ സോഫ്റ്റ് ആയിട്ട് പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തൂത്ത് കളയാൻ വേണ്ടിയുള്ള ബ്രഷ് ആണ്. റോളർ ബാൻഡേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ഇമേജ് കാണിച്ചു തരാം. മിക്ക ഫസ്റ്റ് എയ്ഡ് ബോക്സിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റോളർ ബാൻഡേജ്. ജസ്റ്റ് മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റോളർ ബാൻഡേജ്. കണ്ടോ ഇത്? ഓക്കെ, റോളർ ബാൻഡേജ്. പിന്നെ പിന്നെന്താ സേഫ്റ്റി പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മുള്ളൊക്കെ നമ്മൾ കാലിനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ ഉള്ളത് നല്ലതാണ്. പിന്നെ പറയുന്നത് ഒരു ട്രയാങ്കുലർ ബാൻഡേജ് ആണ്. നോക്കട്ടെ, ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയുമ്പോൾ നമ്മള് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കൈക്ക് എന്തെങ്കിലും ഒടിവോ അങ്ങനെ ഒടിവ് അല്ലെങ്കിൽ നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ താഴത്തേക്ക് തൂക്കിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാൻഡേജ്, ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ് ഇത് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത് ട്രയാങ്കുലർ ബാൻഡേജ്. ഓക്കെ, നെക്സ്റ്റ് നീഡിൽ അറിയാലോ, സിസേഴ്സ് അറിയാം, ഒലിവ് ഓയിലിന്റെ കാര്യം പറയാം. നമുക്കില്ലേ പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കയ്യില് പറ്റാ? പൊള്ളിട്ടായിട്ടുണ്ടെങ്കിൽ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്, അതേപോലെ വേറെ എന്തൊക്കെ പറ്റും? ടൈമ ജെല്ല്, ഹണി പറ്റും, ടൂത്ത് പേസ്റ്റ് പരട്ടും. അത് നല്ലതാണോ എന്ന് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇല്ല. ടൂത്ത് പേസ്റ്റ് പരട്ടണത് നല്ലതല്ല എന്നാണ് ഡോക്ടേഴ്സ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് പൊള്ളലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, ഒരു എന്താ പറയാ ഒരു മെറ്റീരിയൽ ആണ് ഇത് ഒലിവ് ഓയിൽ. പൊള്ളലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് കൂടുതലായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കാലുമൊക്കെ വല്ല മുള്ളോ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഒത്തിരി നമുക്ക് കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റാത്തൊരു സബ് മെറ്റീരിയൽ ആണ് കാലിലൊക്കെ കുത്തിക്കയറിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഫീസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അത് ഫ്ലക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇമേജ് കാണില്ല അല്ലെ? പല ഷേപ്പിലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങള് പല ടൈപ്പും കിട്ടും കേട്ടോ. എന്താ ഇമേജ് കാണാത്തത്? പല രീതിയിലുള്ളതും ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ബ്രോണിക് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ് കേട്ടോ. ഒരു മരുന്നും കൂടെ ഉള്ളൊരു ബാൻഡേജ് ആണ്. ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ്. ഓക്കെ, സർജിക്കൽ എന്നൊക്കെ ഇവിടെ പറയും. കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ്. ഫ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ, ഇതേപോലെ മുള്ളൊക്കെ ആണെങ്കിൽ നമുക്കത് ഉള്ളിൽ നിന്നത് ഫ്ലക്ക് ചെയ്ത് എടുത്ത് പുറത്തേക്ക് എടുക്കാനായിട്ടേ പറ്റുന്നൊരു സംഭവമാണത്. കണ്ടോ, അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോൾട്ട് അറിയാലോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പ്രഷർ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളം കുടിക്കാറൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും. കാർബോളിക് ആസിഡ് എന്ന് പറഞ്ഞാല് ഡെറ്റോൾ, ഫിനോയിലൊക്കെ ഇതിനുള്ളിൽ വരും. സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡയാണ്. അത് ക്ലീൻ ചെയ്യാനായിട്ട്, മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. വിനെഗറും അതേ സെയിം യൂസ് ആണ്. സ്പൂൺ എന്ന് പറഞ്ഞാല് ചിലപ്പോ വെള്ളം കൊടുക്കാനാ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും. ടിഞ്ചേഴ്സ് ഓർ അയഡിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നല്ല ചതവൊക്കെ സംഭവിച്ച് നമ്മൾ എന്താ പറ്റുക, ഇടിച്ചിട്ട് ഭയങ്കരമായിട്ട് ചതവ് എങ്ങാനും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ പറ്റുക കയ്യിലൊക്കെ? വീട്ടിലാണെങ്കിലുള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. കുഴമ്പുകൾ വരുമോ? ഓക്കെ, മുറിവെണ്ണ പോലത്തെ സംഭവങ്ങൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉദ്ദേശിക്കുന്നത് മുറിവെണ്ണയൊക്കെ പോലത്തെ മെറ്റീരിയൽ, അതെ നമ്മളെ കുഴമ്പ് പോലത്തെ എന്തെങ്കിലുമൊക്കെ പറ്റാറുണ്ട്. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റില് ഇൻക്ലൂഡഡ് ആയിരിക്കാന്നാണ് പറഞ്ഞത്. അത് ഓരോ കൈൻഡ്സും നമുക്ക് ഇതിലിപ്പോ എല്ലാവരും ഇത് തന്നെ വേണം അല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊന്നും നമ്മൾ പറയണ്ട. നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ഒരു ആക്ടിവിറ്റി തരാണ്. നമ്മൾ എല്ലാവരും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ചിലപ്പോൾ മിക്കവരും വീട്ടിലുണ്ടാവും ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അപ്പൊ അത് കുറച്ചും കൂടി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഈ 18 സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ 18 എണ്ണം ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിന് വേണം. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി. നമ്മളുടെ ആവശ്യത്തിനുള്ളത്, ഇതിലെല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ചിലപ്പോൾ കുഞ്ഞിക്കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ മിക്കവാറും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തുണ്ടാവും? പാരസ്റ്റമോളിന്റെ സിറപ്പ് ഉണ്ടാവും, ബേബി റബ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും എന്താണ് വീട്ടില് പാചകമൊക്കെ ചെയ്യണതാണ്. സോ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഉള്ളത് നല്ലതായിരിക്കും. മുറിവൊക്കെ സംഭവിച്ച പറ്റുന്ന ഓയിൽമെന്റ് നല്ലതായിരിക്കും. ഇതിലതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അലോവേറ ജെൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ മുറിവുള്ളടത്ത് പറ്റാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിലൊരു ചെറിയൊരു ആക്സിഡന്റ്, നമുക്കറിയാം എന്തൊക്കെ ചെറിയ മുറിവുകളും
അല്ലെങ്കിൽ എന്തൊക്കെ ചെറിയ ചെറിയ ആക്സിഡൻസ് ഒക്കെ എന്തൊക്കെ സംഭവിക്കും. അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ട മെറ്റീരിയൽസ്, ഒരു മുറിവ് സംഭവിക്കുന്നത് എല്ലായിടത്തും സ്വാഭാവികമാണ്. സോ അതൊന്ന് ഡ്രസ് ചെയ്യണം, അതൊന്ന് പ്രോപ്പർ ആയിട്ട് ഡ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണം അത് ഒന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? സിസേഴ്സ്, ചിലപ്പോ സിസർ അന്വേഷിച്ച് നടക്കും. കാരണം എന്താണ്, കട്ട് ചെയ്യാൻ സിസർ ഉണ്ടല്ലോ. ഇതെല്ലാരും കൂടി അറേഞ്ച് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാവർക്കും കിട്ടിയോ പറഞ്ഞെന്താന്ന്? ഓക്കെ മാം. അപ്പൊ നെക്സ്റ്റ് വെനസ്ഡേ വരുമ്പോ എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാൻ. ചെയ്യില്ലേ? മാഡം അപ്പൊ ഒരു ക്ലാസ് എടുക്കേണ്ടത് പറഞ്ഞില്ലേ, അതും നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണോ? അതെ അതെ, അത് നമ്മൾ ചിലപ്പോ ഒരു 2-3 പേര് പ്രോപ്പർ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, റെഡി ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് സെലക്ട് ചെയ്യാല്ലേ, 2-3 പേരെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഫസ്റ്റ് എയ്ഡ് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ മെൻസൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരൊക്കെ തയ്യാറാ? മൃദുല, ശ്രീലക്ഷ്മി, മൃദുല, ഞാൻ 3 പേര് പറയാം. മൃദുല, ശ്രീലക്ഷ്മി, പിന്നെ ആരാണ്? ഒരാളെ കൂടി വാ ഫ്രണ്ടിലേക്ക്. ഞാൻ റെഡിയാണ് മിസ്. എല്ലാവരും അഞ്ചു. ഓക്കെ, 3 പേരാണ് കേട്ടോ. നോക്കി വെച്ചോ ആരൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഞാൻ പേര് ചോദിക്കട്ടെ കേട്ടോ. മൃദുല, ശ്രീലക്ഷ്മി, നിങ്ങളും ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യേണ്ടതല്ല. പക്ഷെ നിങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, മെൻജൈറ്റിസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം കേട്ടോ. ഫുൾ ഡീറ്റെയിൽസും കിട്ടണം. ഓക്കെ മിസ്സേ, ബാക്കിയുള്ളവരപ്പോ നമ്മൾ ഈ സെമിനാറിന് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് എഴുതിയൊക്കെ വെക്കണോ? അല്ല, നിങ്ങളത് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരാൾ സെമിനാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടെയുള്ളവർ എന്താ ചെയ്യാറ്, സെമിനാറിനെ കുറിച്ചിട്ട് അവരെടുക്കുന്ന കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ആ ഒരു ഇതിൽ എഴുതി വെക്കും. നോക്കി നിങ്ങൾ ഇവിടെ കോളറ എന്ന് പറയുന്ന അസുഖം കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ടോ? ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. സോ നിങ്ങൾ ആ മെൻജൈറ്റിസിനെ കുറിച്ചിട്ട് അവിടെ ആ ഒരു സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവർ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, അപ്പോ ബാക്കിയുള്ളവരെല്ലാവരും നിങ്ങളും പ്രിപ്പയർ ചെയ്യണം. ശ്രീലക്ഷ്മി, മൃദുല, അതേപോലെ അഞ്ജു എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ചെറിയൊരു മുറിവ് സംഭവിച്ചാലോ, കയ്യിൽ ചെറുതായിട്ടൊന്ന് പൊള്ളിയാലോ, അതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ക്യാമറ ഒക്കെ ഓൺ ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ച് പഠിക്കണം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് എന്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. കാരണം മിക്ക കുട്ടികൾക്കും ഗൂഗിൾ മീറ്റിൽ എങ്ങനെ ക്യാമറ ഓൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാക്ക് ക്യാമറ എങ്ങനെ കാണിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ചോദിച്ച് അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ മാം. ഇനി എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴാ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് എയ്ഡ് ആ സമയത്ത് എപ്പോഴാണോ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്, ആ ഒരു സമയത്തായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. ഈ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. എല്ലാ മെറ്റീരിയലും, ഏത് ടൈപ്പ് ഓഫ് ആക്സിഡന്റ് സംഭവിച്ചാലും അതിന് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ എവിടെ അവൈലബിൾ ആയിരിക്കണം, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ മാക്സിമം ഈ ഒരു ഇഞ്ചുറി വരാനുള്ള കാരണം ഒഴിവാക്കണം. നമ്മൾ ആ ഒരു ആക്സിഡന്റ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതേപോലെ തന്നെ ഒരു മുറിവ് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരാള് ബോധക്ഷയം സംഭവിച്ചു എന്ന് വിചാരിക്കും, ഫെയിന്റ് ചെയ്തു, ഫെയിന്റ് ചെയ്യാലോ. ഫെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് എന്താണ്, പൾസ് ഉണ്ടോ, ആള് റെസ്പിറേറ്റ് ചെയ്യുന്നുണ്ടോ, ശ്വസിക്കുന്നുണ്ടോ, പൾസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇനി റെസ്പിറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യണം, റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. സോ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാപ്തരായിരിക്കണം. അതേപോലെ ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിവ് കവർ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അത് കവർ ചെയ്യാനായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം.
ഇതെല്ലാമാണ് ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആരത് റീഡ് ചെയ്യുന്നേ? ഞാൻ റീഡ് ചെയ്യാം മാം. അമ്പിളി റീഡ് ചെയ്തോടാ. അമ്പിളി Duties പറഞ്ഞോട്ടാ. of okay. Duties of the first aid unit: to give first aid instantly at the time of need, to contain all the first aid materials, to remove the case of injury to the patient, to control the bleeding from injury, to check the respiration of the patient and restart it by artificial methods, to cover the wound of injury, to maintain the temperature of the patient at a normal level. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമ്മളിനി ഓരോ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെയിന്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പെയിന്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ബോധക്ഷയം സംഭവിക്കുക അല്ലെ? നമ്മളിപ്പോ ഒരു അസംബ്ലിയൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിയെങ്കിലും പെയിന്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മിനിറ്റിനുള്ളിൽ ആള് കോൺഷ്യസ് ആവും. പക്ഷെ ഈ പെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റു മുറിവുകൾ സംഭവിക്കാൻ, ഇപ്പൊ ഒരു പെയിന്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പറഞ്ഞു വീണ് തല ചെന്നിടിക്കാനോ അങ്ങനെ മുറിവുകൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ കോസ് ഓഫ് ആ ഒരു എന്താ പറയാ ആ ഒരു ഇഞ്ചുറി വരാനുള്ള ഒരു കാരണം നമ്മൾ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ഇനി ഫെയിന്റ് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ബ്ലഡ് പമ്പ് ചെയ്യാണ്ടാവുമ്പോൾ പ്രോപ്പർ ആയിട്ട് എനഫ് ബ്ലഡ് കിട്ടാണ്ടാവുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നത്? ഫെയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ചിലപ്പോ സംടൈംസ് സിവിയർ പെയിൻ ഓർ ഇഞ്ചുറി ക്യാൻ ബി ഓൾസോ കോസ്. ഞാൻ പറഞ്ഞില്ലേ, പെയിന്റ് ചെയ്യുമ്പോൾ ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ നമ്മൾ കോൺഷ്യസ് ആവും. പക്ഷെ നമ്മൾ ആ സമയത്ത് ബോധക്ഷയം സംഭവിക്കുമ്പോൾ നമുക്ക് ആക്സിഡന്റ്സ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ചിലപ്പോൾ ഒരു അടുത്തൊരു കല്ലുണ്ടെങ്കിൽ കല്ലിലേക്കാണ് വീണെങ്കിൽ ഇപ്പൊ തല ചെന്നിരിക്കുന്ന കല്ലിലേക്കാണെങ്കിൽ അവിടുന്ന് മുറിവ് സംഭവിക്കാനും ബ്ലീഡിങ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മള് ഇപ്പൊ കുറച്ച് ഹൈറ്റിൽ നിന്നൊക്കെയാണ് വീഴുന്നെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരാൾ ഫെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം നന്നായിട്ട് വിളറി വെളുക്കും. നമ്മൾ പറയില്ലേ, ഒട്ടും രക്തയോട്ടം ഇല്ലാത്ത പോലെ തോന്നുന്നു, ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിളറി വെളുക്കും. ചിലപ്പോ ഐസൈറ്റ് നമ്മളിപ്പോ മിക്കവർക്കും അറിയാൻ പറ്റും, തലകറക്കൊക്കെ മിക്കവർക്കും ചിലപ്പോ വന്നിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ണ് കാണൂല. നമ്മൾ പറയില്ലേ, കണ്ണിൽ ജിട്ട് കയറിയത് പോലെ, കണ്ണ് മങ്ങിയത് പോലെ തോന്നിയെന്നൊക്കെ പറയാറില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്കൊന്നും കാണില്ല, പെട്ടെന്ന് ബ്ലറായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. പിന്നെ ദ സ്പീഡ് ഓഫ് ബ്രീത്തിങ് വിൽ ബി ഡിക്രീസ്. നമ്മൾ ബ്രീത്ത് ചെയ്യണ സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞു പോകും. ഇങ്ങനെയാണ് സാധാരണയായിട്ട് പെയിന്റ് ചെയ്യാറ്. ആർക്കെങ്കിലും തലകറക്കം വന്നിട്ടുണ്ടോ? ആ സമയത്ത് എന്താണ് നമുക്ക് ഫീൽ ചെയ്തത്? ശ്രീലക്ഷ്മി, അഞ്ജലി പറ. ഞാനിതുപോലെ കോണിന്റെ മോളിന്നാ വീണ്. മഴക്കാലമായിരുന്നു. അപ്പോ ടാർപ്പായ പൊട്ടിന്ന് പറഞ്ഞിട്ട് അമ്മ കേറ്റിട്ട് അവിടെ കേറി ഇരുന്നതും എനിക്ക് തല കറങ്ങി വന്നിട്ട് ഞാൻ അവിടെ നിന്ന് വീണു. പക്ഷെ അമ്മ പിടിച്ചു കേട്ടോ. അത്രയും വലിയ കോണിയായിരുന്നു. അമ്മ പിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ തലയൊക്കെ പൊട്ടിയേനെ. ചെറിയൊരു സെല്ലിങ് ഉണ്ടായിരുന്നു നെറ്റിന്ന്. അത് ആ വീഴുന്ന സമയത്ത് ഒന്നും ഓർമ്മയില്ല, വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തുള്ളവരെ ഓടി വന്നിട്ട് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചിട്ടാ ബോധം വന്നത്. എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ എടുക്കാൻ പറ്റില്ല, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ പോയേക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല. പീരീഡ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അധികം തലക്കറക്കം വരാറുണ്ട്. അങ്ങനെ സംഭവിച്ച. അപ്പോ നമുക്ക് ഫെയിൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫെയിലിങ്ങിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള ഫസ്റ്റ് ആക്സിഡൻസിനെ കുറിച്ചിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആൻസർ കിട്ടിയോ ഞാൻ ചോദിച്ച ചോദ്യത്തിന്? ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഒന്ന്
ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. മിസ്സേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മിസ്? ഞാൻ ലാസ്റ്റാ ജോയിൻ ചെയ്തേ. എടാ അത് ടൈമില്ല പറയാനായിട്ട്. അല്ലെങ്കിൽ ഒന്ന് ഞാൻ പറയാം. ഒരു മരത്തില് ഒരുപാട് പൂവുണ്ട്. നമുക്ക് ഈ പൂവ് പറിച്ച് അടുത്തുള്ള 3 അമ്പലങ്ങളിൽ വെക്കണം. ഈ ഓരോ അമ്പലങ്ങളുടെ മുമ്പിലായിട്ട് ഓരോ കുളമുണ്ട്. അപ്പൊ നമ്മൾ മരത്തിൽ നിന്ന് പൂ പറിച്ച് കുളത്തിൽ മുങ്ങി എന്നിട്ട് വേണം അമ്പലത്തിലേക്ക് പോവാൻ. അപ്പൊ നമ്മൾ ഈ കുളത്തിൽ മുങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൂക്കൾ ഇരട്ടിയാവും, ഡബിൾ ആവും. അങ്ങനെ ഇരട്ടിയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അമ്പലത്തിൽ കുറച്ച് പൂ വെക്കണം. അപ്പൊ അതേ കറക്റ്റ് നമ്പർ ആയിരിക്കണം നെക്സ്റ്റ് അമ്പലത്തിലും വെക്കേണ്ടത്. നമ്മൾ മരത്തിൽ നിന്ന് പൂ പറിച്ചു, കുളത്തിൽ മുങ്ങി, അമ്പലത്തിൽ പൂ വെച്ചു, വീണ്ടും കുളത്തിൽ മുങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും പൂക്കൾ എന്താവും, ഇരട്ടിയാവും. എന്നിട്ട് അമ്പലത്തിൽ വെക്കാം. നെക്സ്റ്റ് കുളത്തിൽ മുങ്ങുക, നെക്സ്റ്റ് അമ്പലത്തിൽ വെക്കാം. അങ്ങനെ അവസാനത്തെ അമ്പലത്തിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ, ഒന്നും പാടില്ല, ഒരു പൂവും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര അതിന്റെ ആൻസർ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ എത്ര പൂ പറിക്കണം, അതേപോലെ എത്ര പൂ വീതം അമ്പലത്തിൽ വെക്കണം? ആലോചിക്കണം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് പറയുന്ന ആരാണ്? മിസ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇത് ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് സൈൻ ഔട്ടിലൊന്നും ഞാൻ ലാസ്റ്റ് ജോയിൻ ചെയ്ത കൊണ്ട് എനിക്ക് ആരെങ്കിലും ഒക്കെ സൈൻ ഇൻ ചെയ്തോന്ന് അറിയില്ല. എങ്കിലും കുറച്ചുപേർ എനിക്ക് മെസ്സേജ് അയച്ചു, കോഡ്സ് ആരും പറഞ്ഞില്ല, സൈൻ ഇൻ ആരും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോ ഞാൻ ഇന്നാള് വേറൊരു ദിവസം മാമിന്റെ ക്ലാസ്സിൽ ഇത് പറഞ്ഞായിരുന്നു, ആരും ഒന്നിനും തയ്യാറാവുന്നില്ല. കോഡ്സ് പറയാൻ പറഞ്ഞാലോ അല്ലെ സൈൻ ഇൻ പറയാനോ സൈൻ ഔട്ടോ, മിക്കപ്പോഴും പ്രെയർ പറയാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, കോഡ്സും. ഇതിപ്പോ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഇപ്പൊ സൈൻ ഔട്ടിനും ആരും ഇല്ല. മാം ഇന്ന് ഞാനായിരുന്നു സൈൻ ഔട്ട്. ശ്രുതി കുഞ്ഞു ബേബിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കോച്ച് പറയണത് ഞാനായിരുന്നു. എനിക്ക് കോച്ച് പറയാൻ പറ്റിയില്ല, സോറി. ഞാൻ ഫീഡ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, ഞാൻ സൈനിന്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ മാം. പക്ഷെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് നല്ല സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സൈൻ ഇന്നും സൈൻ ഔട്ട് ഒക്കെ നിങ്ങൾ ഓരോരുത്തരും കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് നല്ല ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ സൈനിന്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോ എന്താ പറയാ, ഒരു ആക്ഷൻ സോങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരാ പറയുന്നേ? ആരും പറയാനില്ലെങ്കിൽ ഞാൻ പറയാം മാഡം. അമ്പിളി പറഞ്ഞോടാ. ഇന്നത്തെ അപർണ മിസ് എടുത്ത ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ടുഡേ സ്റ്റഡി അബൌട്ട് ഫസ്റ്റ് എയ്ഡ് നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം മാഡം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ഒരു ആൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് ഗോൾഡൻ ഹവേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാഡം വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നമ്മളോട് ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്ത് തരാൻ മാഡം പറഞ്ഞിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പറയുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇംഗ്ലീഷിൽ അങ്ങോട്ട് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ ഒരു പേടിയായതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു.